നമ്മളെ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു ഇവിടെ വെച്ച്. കാസർഗോഡാണ്. പേരെന്തിനാണ്? അഭിനാഷ്. ഇപ്പോൾ ഒരു പുതിയ സബ്സ്ക്രൈബ് ആകാമെന്ന് പറഞ്ഞു. നമ്മുടെ പുതിയ ചാനലാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് കൊടുത്തരാം. ഇതുവരെ ഇയാള് പേരെന്താണ്? എവിടെ? കാസർഗോഡ്. ഇവർ രണ്ടുപേരും കാസർഗോഡുള്ളേ. റൈറ്റ് സൈഡിലേ ഉള്ളൂ. ബാക്ക് ലൈറ്റും ഒന്നേ ഉള്ളൂ. റൈറ്റ് സൈഡ്. അപ്പുറത്തെ സൈഡിലേ ഉള്ളൂ. മേലുള്ളതേ ഉള്ളൂ. ഒരിടത്തേ കത്തുന്നുള്ളൂ, ഒരു സൈഡിൽ. ഇക്ക എന്നെയും കൂട്ടി നേരെ ഇക്കയുടെ വണ്ടിയുടെ ഇൻസ്പെക്ഷന് പോവാണ്. ഇൻസ്പെക്ഷൻ അല്ല, ടെസ്റ്റ്. നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ വാഹന ടെസ്റ്റ്. അതിന് വേണ്ടിയിട്ട് ദമാമിൽ പോകുന്ന ഒരു ചെറിയൊരു യാത്രയാണ് നമ്മളെ ഈ വീഡിയോയിൽ. ഇൻസ്പെക്ഷൻ പോലത്തേക്ക് മുன்னாடி ഇത് അപ്പോയിൻമെന്റ് എടുക്കണം. അപ്പോയിൻമെന്റ് എടുത്ത് രണ്ടാഴ്ചയായി. അപ്പോയിൻമെന്റ് എടുത്തിട്ട് ആദ്യം മുன்னாடி ഒന്നും ഇല്ല. എല്ലാം അപ്പോയിൻമെന്റ് എല്ലാം സിസ്റ്റം കൊണ്ടുവന്നു. വണ്ടി ഏത് പേരിൽ இருக்கோ അവർ മാത്രം കൊണ്ടുപോകാൻ முடியும் സ്ട്രൈറ്റ്. அப்படி இல்லைன்னா അവരുടെ പെർമിഷൻ വാങ്ങണം ഈ ടൈത്തിലാണ്. ഇവിടെ ഈ കാണുന്നത് ഒരു റോക്കെയർ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഈ കാണുന്ന ബിൽഡിംഗ് റോക്കെയർ എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ്. വെയിലിങ്ങനെ അടിക്കുവാണ് നമ്മുടെ മുഖത്ത് തന്നെ. സെൻറ്റർ. ഈ ബിൽഡിംഗ് ആണ് ഇൻസ്പെക്ഷൻ സെൻറ്റർ. അതിൻ്റെ ഒരു ഭാഗത്തൂടെ വണ്ടി കൊണ്ടുപോയിട്ട് മറുഭാഗത്തൂടെ ടെസ്റ്റ് ചെയ്ത് ഇറക്കും. എന്തൊക്കെ ചോദിക്കുന്നത്? വണ്ടിയുടെ ഡീറ്റെയിൽ ബുക്ക്. ടെസ്റ്റ് മീൻസ് വണ്ടിയുടെ നമ്മുടെ നാട്ടിൽ പറയുന്ന RC അതുപോലെ ഒരു കാർഡാണ്. വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള ഒരു കാർഡ്. അപ്പോൾ ആ കാർഡും നമ്മുടെ ഇവിടുത്തെ നമ്മുടെ പെർമിറ്റാണ് ഇക്കാമ. ഇക്കാമ എന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കും. ഇക്കാമ പിന്നെ 100 രൂപ ഇങ്ങനെ ഒരു കാർഡാണ് ഇക്കാമ എന്ന് പറയുന്നത്. മുമ്പോട്ട് വണ്ടി കുറേശ്ശെ നീങ്ങുന്നുള്ളൂ. അവിടെ കെട്ട പോസ്റ്റിലാണ്. 5 മിനിറ്റായി ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. വണ്ടി നിർത്തിയിട്ടേക്കും. ഒരു 4 വണ്ടിയുടെ പിറകിലാണ് ഞങ്ങൾ. ഈ കൗണ്ടറിൻ്റെ തൊട്ടടുത്ത് എത്തി ഞങ്ങൾ. ഞങ്ങളും ഈ കൗണ്ടറിലെത്തി. ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തൊക്കെ കാണിച്ചു കൊടുക്കും. സാധനങ്ങളുടെയും റേറ്റ് കാര്യങ്ങളൊക്കെ ഫീസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാഷൊക്കെ അടച്ച് റെസീറ്റൊക്കെ കിട്ടി. നേരെ ഇത് കാണുന്നതാണ് വണ്ടി ഇനി ചെക്ക് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഞങ്ങൾ ഈ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഏറ്റവും എല്ലാം കഴിഞ്ഞ് വാഹനം പുറത്തേക്ക് വരുന്ന ആ ഭാഗത്ത് ചെന്ന് നിൽക്കണം. അപ്പോൾ ഞങ്ങളിപ്പോൾ വണ്ടി അവർ ഏൽപ്പിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം. ഒത്തിരി കൗണ്ടറുണ്ട്. അങ്ങേയറ്റം കാണുന്നത് വലിയ വാഹനങ്ങൾക്കാണ്. മൊത്തം 10 കൗണ്ടറുണ്ട്. അവിടെ നിന്ന് വലുത് ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ചെറിയ 10 കൗണ്ടറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിനകത്തെത്തി. ഇനി ഇവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം. ഇനി അടുത്ത നമ്മുടെ ചാൻസാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. നമ്മുടെ വണ്ടി കാക്ക ഇറങ്ങി വണ്ടി ചെക്ക് ചെയ്യുകയാണ്. ഇനി ഞങ്ങൾ ആ സൈഡിലൂടെ ഒന്ന് നിൽക്കണം. അവർ വണ്ടി ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് അങ്ങേയറ്റം കൊണ്ടുവരും. സെക്ഷനും ചെക്ക് ചെയ്താണ് ലാസ്റ്റിൽ അവിടെ എത്തുന്നത്. അവിടെ എത്തുമ്പോഴാണ് നമുക്ക് സ്റ്റിക്കർ പാസ്സായെങ്കിൽ സ്റ്റിക്കർ ഒട്ടിക്കും. നല്ല ചൂടല്ലേ അല്ലേ ഇതിനകത്ത്? നല്ല ചൂടുണ്ട്. മേളിൽ ഇതായതുകൊണ്ട് ബ്രേക്ക് ലൈറ്റ് ചെയ്തില്ല. നമ്മൾ വന്ന വണ്ടിയിൽ ബ്രേക്ക് കുക്ക് ചെയ്യണം. ബ്രേക്ക് ലൈറ്റ് കത്തുന്നില്ലേ? അയ്യോ ഇല്ലല്ല.
എത്തണല്ല കത്തുന്നില്ലല്ലോ. ലെഫ്റ്റ് കത്തുന്നില്ല. അയ്യോ ജോലിയായല്ലോ. മിക്കവാറും നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ് കത്തുന്നില്ല. അവർ പാസ്സാക്കി വിടുമില്ലെന്നറിയില്ല. ചിലപ്പം ലൈറ്റ് മാറാൻ പറയും. ചിലപ്പോൾ ലൈറ്റ് അങ്ങനെ പറയുകയാണെങ്കിൽ ലൈറ്റ് മാറി ഒന്നുകൂടെ വരേണ്ടി വരും. ബ്രേക്ക് ചവിട്ടിയാണ്? ഇല്ല, ഒന്നേ ഉള്ളൂ. റൈറ്റ് സൈഡേ ഉള്ളൂ. റിവേഴ്സ് റൈറ്റ് സൈഡ്. ഉണ്ടോ ഇപ്പോഴാ? ലെഫ്റ്റ് സൈഡല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടേത് വണ്ടി നിർഭാഗ്യവശാൽ പാസ്സായില്ല. കാരണം ഈ ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് ലൈറ്റ് കത്തിയില്ലായിരുന്നു. അവിടെ ഇത് ഫെയിലാകുമ്പോഴത്തേക്ക് ഇവിടെ ഈ ഓഫീസിൽ കയറി നമുക്ക് അതിനകത്ത് കയറി ചോദിക്കാം. അപ്പോൾ നമ്മൾ അതിനകത്ത് കയറി ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇനി അടുത്ത അപ്പോയിൻമെൻ്റ് എടുത്ത് അന്ന് ഇത്രയും പൈസ ഇവിടെ അടയ്ക്കേണ്ട, കുറച്ച് പൈസ കണ്ട് അടച്ചാൽ മതി. ഞങ്ങൾ ഈ തുബ്ബ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അപ്പോൾ ഈ സ്പെയർ പാർട്സ് കടയിൽ സാധനം വാങ്ങിക്കാനായിട്ട് കയറി. എന്ത് സാധനം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് വാങ്ങിക്കാനായിട്ട് കയറി. അപ്പോൾ അടുത്ത ലൈറ്റ് അത് മാറ്റിയിട്ട് പുതിയ ലൈറ്റ് ഫിറ്റ് ചെയ്യണം. പുതിയ ലൈറ്റ് ഫിറ്റ് ചെയ്തതിന് ശേഷം അടുത്ത അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ അവിടെ പോയി ടെസ്റ്റ് ചെയ്യണം. ഇത് ഞങ്ങൾ സത്യസന്ധമായിട്ട് കാണിക്കാൻ കാരണം ഇനി വാഹനം അവിടെ ഇൻസ്പെക്ഷന് കൊണ്ടുപോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ സൈഡിൽ ആ സൈഡിൽ കത്തുന്നില്ല, ബ്രേക്ക് ലൈറ്റ് കത്തുന്നില്ല. അതേപോലെ കാക്കാ ബ്രേക്ക് ലൈറ്റ് ഒന്ന് ചവിട്ടിയാണ്. അപ്പോൾ ബ്രേക്ക് ലൈറ്റ് ചവിട്ടി കാക്ക. രണ്ട് സൈഡിൽ ലൈറ്റ് കത്തുന്നുണ്ട്, റിവേഴ്സ് കത്തുന്നുണ്ട്. പാർക്ക് ലൈറ്റ് എല്ലാം ഇട്ടിട്ടുണ്ടല്ലേ? ഓക്കെ, എല്ലാ ലൈറ്റും. ബ്രേക്ക് ലൈറ്റ് ശരിയാക്കിയത് വരെയുള്ള വീഡിയോ നിങ്ങൾ കണ്ടു. ഇത് 2 ദിവസം കഴിഞ്ഞെടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് വീണ്ടും അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പോൾ ഞങ്ങൾ വീണ്ടും ടെസ്റ്റിന് ഒരിക്കൽ കൂടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇക്ക തൊട്ട് പിറകെ വരുന്നുണ്ട്, വണ്ടി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഞങ്ങളുടെ വെയിറ്റ് ചെയ്യുന്നു. ഇന്നെന്താവും അറിയില്ല. നമുക്ക് പോകുന്ന വഴിക്ക് നോക്കാം എന്താവുകയില്ല. എന്താ 1500 കഥാ വരുന്നുണ്ട്. മൊബൈൽ കണക്ഷൻ എന്നല്ല കാക്ക. നോക്ക് ഒന്ന് ബ്രേക്ക് കിട്ടിയാണ്. കുറച്ച് മുമ്പോട്ട് എടുത്ത് കുറച്ച് മുമ്പോട്ടിട്. വെയിലിൻ്റെ വെട്ടം അടിക്കുന്നതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഓക്കെ, ബ്രേക്ക് ഓക്കെ. ഇപ്പം എല്ലാ ലൈറ്റും കത്തുന്നുണ്ട്. അപ്പോൾ ലൈഫ് ഡേയ്സിൻ്റെ പുതിയ വീഡിയോ അല്ല, വീണ്ടും മറ്റൊരു ദിവസത്തെ കണ്ടിന്യൂ ആയിട്ടുള്ള വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കോഫി ഷോപ്പൊക്കെ വൈകുന്നേരം തുറന്ന് പ്രവർത്തിക്കുള്ളൂ. ഇവിടുത്തെ റെയിൽവേ ഗേറ്റാണ് ഈ കാണുന്നത്. അതായത് ദമാം റിയാദ് റൂട്ട് ഓടുന്ന ട്രെയിൻ ഇതുവഴിയാണ്. അപ്പോൾ റെയിൽവേ ഗേറ്റാണ് ഈ കാണുന്നത്. ട്രെയിനൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഒത്തേൻ മാൾ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ആ കാണുന്നത്. വലിയൊരു മാളാണ് അത് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. വണ്ടികളുടെ ക്യൂ കാണാം. രണ്ടാമത് ഇവിടെ വീണ്ടും വരുന്നതാണ്. ഇപ്പം തോന്നുന്നു ഓപ്പോസിറ്റ് വെയിലടിക്കുന്നുണ്ട്, അറിയാൻ പറ്റുന്നു. വിശ്വാസമാണ് എല്ലാം അല്ലേ? അറിയാൻ പറ്റും. ഇവിടെ വരൂ. നമ്മൾ 3:50 അവിടെ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ സമയം 4:35. നമ്മൾ നേരത്തെ ഓടി ഇവിടെ എത്തി. ട്രാഫിക്കൊന്നും ഇല്ലായിരുന്നു. നമ്മൾ വന്ന വഴിയിലൊന്നും ട്രാഫിക് ഇല്ലായിരുന്നു. നമ്മുടെ വണ്ടിക്കകത്തുള്ള AC-യുടെ തണുപ്പും പുറത്തുനിന്ന് അടിക്കുന്ന ചൂടും കൂടെ മിക്സ് ചെയ്തിങ്ങനെ നമ്മൾ കൊള്ളുകയാണ്. നല്ലൊരു സുഖമുണ്ട്. ചൂടുമല്ല തണുപ്പുമല്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ നമ്മൾ. എത്ര റിയാലെന്ന് നോക്കും ഇപ്പോൾ രണ്ടാമത്. രണ്ടാമത് എക്സ്ട്രാ 38 റിയാലായി. ഇപ്പോൾ വളരെ ശ്രദ്ധിക്കുക.
ചെറിയൊരു അശ്രദ്ധ കൊണ്ടാണ് നമുക്ക് ആ 38 റിയാൽ പോയി കിട്ടിയത്. ഈ ഭാഗത്ത് ടോയ്ലറ്റ്, ആ കാണുന്ന ടോയ്ലറ്റാണ്. എനിക്ക് തോന്നുന്നു സ്റ്റാഫുകൾക്ക് യൂസ് ചെയ്യാനായിരിക്കും, അറിയില്ല. ഇത് ഒരു കഫേ ഉണ്ട്. എന്താ എല്ലാവരും എല്ലാവർക്കും യൂസ് ചെയ്യാം. അപ്പുറത്ത് കഫേ. പുറത്ത് നോക്കിയിട്ട് അവിടെ ഇനി ഇറങ്ങില്ല. അവിടെ അങ്ങ് വന്നിരും. ഒന്ന് പുറത്തിറങ്ങി നോക്കാം. ഓക്കെ, അവിടെ പോയി നിൽക്കാം. ആ, നമ്മുടെ വണ്ടിയാണ് ഈ വരുന്നത്. ആ ബ്ലാക്ക് കാർ തൊട്ട് ഫ്രണ്ടിൽ വണ്ടി ഉള്ളത് കൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വണ്ടി അകത്തോട്ട് കയറ്റി ഇനി ഇതേ ഇവിടെ കൊണ്ടുവന്നു. ഇനി എന്താണ്, ആദ്യം ലൈറ്റൊക്കെ തന്നെയാണ് ചെക്ക് ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ടുള്ള ബ്രേക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമെന്നുള്ള അറിഞ്ഞൂടെ. പൊല്യൂഷനൊക്കെ ഈ നേരത്തെ ചെക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ ചെക്ക് ചെയ്യില്ലെന്നാണ് തോന്നുന്നത്. ലൈറ്റൊക്കെ ചെക്ക് ചെയ്യുന്നു. ഇപ്പോൾ അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ അവരാണ് ചെയ്യുന്നത്. ലൈറ്റിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. പോകുന്നു വണ്ടി. തൊട്ട് ഫ്രണ്ടിലൊരു വണ്ടി ബ്രേക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടിക്ക് ബ്രേക്കിൻ്റെ പരിപാടി ചെക്ക് ചെയ്തുകൊണ്ടെന്ന് ഇപ്പോൾ കണ്ടറിയാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചാനലൊന്ന് പേര് ലൈഫ് ഡേയ്സ് DAYS. വെള്ളിയാഴ്ച വേറൊരു വീഡിയോ വരും. ആ വീഡിയോക്ക് ശേഷം ഈ വീഡിയോ വരും. ശരി, ശരിയാ. ഓക്കെ, നമ്മുടെ വണ്ടി ബ്രേക്ക് ചെക്ക് ചെയ്തോ? ആവശ്യമില്ല, ബ്രേക്കൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം ചെക്ക് ചെയ്ത് തന്നെ വിടുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത അവരാണ് പോകുന്നത്. അപ്പം നമ്മുടെ വണ്ടി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു. പാസ്സായിട്ടുണ്ട് നമ്മുടെ വണ്ടി. സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി നേരെ ഹോട്ടലിലോട്ട് പോവുകയാണ്. ഈവനിങ് അല്ലേ, അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഹോട്ടലിലോട്ട് പോകണം.